ആരടാ നായിന്റെ മോനെ? പന്നീന്റെ മോനെ ആരാ നീ? രാവണൻ. നീ ഏത് അറാമ്പറന്ന വടപ്പായാലും ഞമ്മളോട് ഓർക്കല്ലേ. ഇത് ജമാല. നീ ആദ്യം നമ്മുടെ കാറിന്റെ ചില്ല് ഓടിച്ചതിന് സമ്മാനം പറ. കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന പഴമൊഴി ജമാലെ, ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് മലപ്പുറത്തും കിട്ടി തുടങ്ങുന്ന പുതുമൊഴി. നീ നിന്റെ കരുത്താ പാവത്തിനോട് കാണിച്ചില്ലേ? നീ എന്റെ മെടുക്കൊന്ന് കാണ്ടോ. നായിന്റെ മോനെ, ഇനി നീ ഒരു പാവത്തിന്റെ മേലും കൈവയ്ക്കരുത്. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ കാശ് പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കുമ്പോ നിനക്കൊരു ഉളുപ്പുണ്ടാവില്ല എന്നറിയാം. ഈ രാഷ്ട്രീയ സംസ്കാരത്തിന് പട്ടാ പകല് നടുറോട്ടിലിട്ട് നിന്നെയും നിന്റെ നേതാക്കന്മാരെയും മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാൻ വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് ഞാനിങ്ങോട്ട് എടുക്ക. കണ്ണടയ്ക്കും മരുന്നിനും കൂടി ഇത് മതിയാവും. മോളെ ജമീലേ, ഇനി നീ കളിച്ച പരസഹായി ഇല്ലാതെ പരലോകത്തേക്ക് ഞാൻ പറപ്പിക്കും. മോനെ ജമാലെ, ഇനിയും നിനക്ക് കിട്ടിയത് പോരാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. മൈ നെയിം ഈസ് രാവണൻ ഫ്രം ലങ്ക. ഇതുവരെ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. കണ്ണൂരിൽ നടന്ന വെട്ടും കുത്തും ആയതിനാൽ ഏത് സമയത്തും ഒരു ഹർത്താൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അവരെ ഇപ്പൊ തന്നെ കൊണ്ടുവയ്ക്കോ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ എങ്ങനെ പോയാലും വണ്ടി ഓടിയെത്താൻ മാക്സിമം ടൈം 5.5 മണിക്കൂർ മതി. അതുകൊണ്ട് പുലർച്ചെ പോയാൽ പോരെ. രാത്രിയിൽ എങ്ങാനും ഹർത്താൽ പ്രഖ്യാപിച്ച സമരക്കാർ ആദ്യം കത്തിക്കുക KSRTC ബസ്സോ പോലീസ് ജീപ്പോ ആയിരിക്കും. നേരത്തിനും കാലത്തിനും പ്രതികളെ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യിക്കലും തൊപ്പി തെറിപ്പിക്കലും ഒക്കെ എന്റെ നേരെയാവും. ബന്ദിനെ ഹർത്താലിനെ എതിർക്കുന്ന കോടതിക്ക് ഇതിന്റെ പേരും പറഞ്ഞ് അവധി കൊടുക്കാൻ പറ്റില്ല. ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ മറ്റന്നാൾ മുതൽ ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ജഡ്ജി രാഘവ മേനോൻ 3 മാസം ലീവില. അതുകൊണ്ട് എന്തായാലും വിധി നാളെ നടപ്പിലാവും. എറണാകുളത്ത് എത്തിയ പിള്ളേരെ സ്റ്റേഷനിൽ ഹാജരാക്കണം.
ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. എന്നാ ചെല്ല്. സർ. ഏഴ് ചായ, അതിലൊന്ന് മധുരം കുറച്ച്. ശരി സാർ. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ പറഞ്ഞോളിയും പിള്ളേരെ. ഒന്നും വേണ്ട സാർ. ഇഷ്ടത്തെ യാത്ര. ചതിക്കല്ലേ മക്കളെ, നിങ്ങളെ പോലെ 3 മക്കൾ എനിക്കുള്ളതാ. സോറി, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. തടയാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും കൊലപാതകരാവേണ്ടി വരും. ഹലോ, എന്ത് കേസിന്റെ വിധി പറയുന്ന തന്നെ പ്രതികൾ രക്ഷപ്പെടാന്ന് പറഞ്ഞ എന്റെ നിന്റെയൊക്കെ തൊപ്പി വരെ തെറിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് അമ്മാരെ തപ്പിയെടുത്തേക്കാം. സർ, അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് സർ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അരിച്ചു തപ്പുന്നുണ്ട്. ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. യെസ് സർ. സർ, ഓക്കെ സർ. നാശം എവിടെ കൊണ്ട് വെച്ചിരിക്കാം. ഇവിടെ വെച്ചിരുന്ന ഫയൽ എന്ത് ചെയ്യും? ഏത് ഫയൽ? ഇനിയിപ്പോ ഏത് ഫയലാന്ന് പറഞ്ഞാൽ തമ്പരാട്ടി നോക്കൂ. ആവശ്യമുള്ളൊരു സാധനം നേരത്തും കാലത്തും കിട്ടില്ല. അതെങ്ങനാ തന്തയുടെ സ്വഭാവം കാണിക്കായിരിക്കും. എന്താടോ? എന്ത്? എപ്പോ? ഓക്കെ, ഞാൻ ഉടനെ എത്താം. ബോഡി എവിടെയാ? മുകളിലാണ്. ഇതിന് സർ. ബോഡി ആദ്യം കണ്ടതാരാണ്? ജഡ്ജിയുടെ മകളാണ് സാർ. ആരെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ കസ്റ്റഡിയിൽ എടുത്താൽ സാർ. സാർ, രാത്രി 3 പേർ ഓടിപ്പോകുന്ന കണ്ടുവന്ന് ജഡ്ജിയുടെ മകൻ മൊഴി തന്നിട്ടുണ്ട്. ഐ ജി വരുന്നുണ്ട്. തൽക്കാലം റൂം സീൽ ചെയ്തേരെ. ആരെ അകത്തേക്ക് കടത്തിവിടണ്ട, പ്രത്യേകിച്ച് ചാനലുകാരെ. സാർ.
സർ, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് ജീപ്പും റിവോൾവറും ജഡ്ജസ് അവന്യൂവിലെ സ്കൈലൈൻ ഫ്ലാറ്റിനടുത്ത് കിടക്കുന്നതായി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഫോഴ്സിനെ അയച്ചോ? ഉവ്വ് സർ. ആറ്റിനാട് ഗോൾഡ്, തിരുവനന്തപുരം. കഴിഞ്ഞ വർഷത്തെ NG യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടയിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ട ഓൾ കേരള പീപ്പിൾസ് പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ കൃഷ്ണകുമാറിന്റെ വധക്കേസിൽ ഇന്ന് വിധി പറയാനിരുന്ന ജസ്റ്റിസ് രാഘവ മേനോൻ പുലർച്ചെ സ്വവസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇതിനിടയിൽ ഈ കേസിലെ പ്രതികളായ സണ്ണി കുര്യൻ, വിനോദ് കുമാർ, രാജീവ് വാര്യർ എന്നിവർ ഇന്ന് പുലർച്ചെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് രാഘവ് മേനോന്റെ കൊലപാതകത്തിന് പിന്നിലും രക്ഷപ്പെട്ട ഈ പ്രതികൾ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട SI ജയപാലിനെയും 3 കോൺസ്റ്റബിൾമാരെയും അന്വേഷണ വിധേയമായി. നിന്റെ സ്റ്റുഡൻസ് കൊള്ളാലോ. എന്ത് നല്ല കുട്ടികളായിരുന്നു. എല്ലാവർക്കും അവരെ വലിയ കാര്യമായിരുന്നു. ഇന്ന് വരെ അവരെ കുറിച്ച് കോളേജിൽ നിന്നോ പുറത്തുനിന്നോ ഒരു ചെറിയ കംപ്ലൈന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത്രയും നല്ലവരായിരുന്നെങ്കിൽ ഇപ്പൊ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതോ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഇതിന് പിന്നിൽ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട്. പാവം കുട്ടികള്.